Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എല്ലാവരും കഴിച്ചോ? ഓക്കെ, വളരെ ഗുഡ് മോർണിംഗ്. കഴിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും മെയ്ദിന ആശംസകൾ, തൊഴിലാളി ദിനാശംസകൾ. ഓക്കെ ഓക്കെ, പ്രിയങ്ക ഗുഡ് മോർണിംഗ്. കിട്ടാൻ തന്നെ കയറാട്ടോ എല്ലാവരും. ഓക്കെ, നിഷ ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാവരും കുറവാണല്ലോ, ക്ലാസ്സിലെ കുട്ടികൾ കുറവാണല്ലോ, എന്ത് പറ്റി? എല്ലാവരും കയറുന്നേ ഉള്ളൂ? പെട്ടെന്ന് തന്നെ കയറാട്ടോ. ഓക്കെ ഡോണ ഗുഡ് മോർണിംഗ്. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നലെ നമ്മള് ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ രേഷ്മ ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്നലെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിരുന്നു കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കിയോ? അത് വായിച്ചു നോക്കിയോ? ഒന്ന് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കി. സ്ക്രീൻ കാണുന്നില്ല, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പൊ കാണുന്നില്ലേ? അപ്പൊ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ബ്ലഡ് ബാങ്കില്? അത് അതിന്റെ മറ്റേ കമ്പോണൻസുകളുടെ അതിന്റെ ഫങ്ഷൻസ് ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ആ ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോ പഠിക്കുമ്പോൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പുതിയൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. ചാപ്റ്ററിന്റെ പേര് ഡയാലിസിസ് സർവീസസ് ആണ് കേട്ടോ. ഡയാലിസിസ് സർവീസസ്. ഓക്കെ, നിങ്ങളുടെ എത്രാമത്തെ ചാപ്റ്റർ ആയിട്ട് കിടക്കുന്നതെന്ന് മെൻഷൻ ചെയ്യാമോ? ഡയാലിസിസ് സർവീസ് എത്രാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്? ഒന്ന് മെൻഷൻ ചെയ്ത് എല്ലാവരും എടുക്കാനാണ്. 8. ഓക്കെ, ചാപ്റ്റർ നമ്പർ 8 ആണ് കേട്ടോ, ഡയാലിസിസ് സർവീസ്. ഓക്കെ, തുടങ്ങാം നമുക്ക് കേട്ടോ. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാനേ. അതായത് നിങ്ങൾക്കറിയാം അല്ലെ, ഡയാലിസിസ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ. എല്ലാവർക്കും അറിയാം. എങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ ഡയാലിസിസ് കൊടുക്കുന്നത്? എങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ ഡയാലിസിസ് കൊടുക്കുന്നത്? പറഞ്ഞോളൂ. എങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ ഡയാലിസിസ് സർവീസുകൾ കൊടുക്കുന്നത്? കിഡ്നി പേഷ്യൻസിനാണ്. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. അലഗ ഡോണ കറക്റ്റ് ആണ് കേട്ടോ. കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളത് അല്ലെ, വൃക്ക രോഗികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ചികിത്സയാണ് അല്ലെ, ഒരു രീതിയാണ്. അവരുടെ വൃക്ക തകരാറ് സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അല്ലെ, അവർക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഡയാലിസിസ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കിഡ്നി പ്രോബ്ലം ഉള്ളവർക്കാണ് ഡയാലിസിസ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം നമ്മുടെ ശരീരത്തില് എന്തുണ്ട്? എത്ര കിഡ്നികളുണ്ട് നമുക്ക്? എത്ര കിഡ്നി ഉണ്ട് നമുക്ക്? 2 കിഡ്നികളാണ് ഉള്ളത് അല്ലെ, 2 കിഡ്നിയാണ് ഉള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾക്ക് ജീവിക്കാനായിട്ട് ഒരു കിഡ്നിയുടെ ആവശ്യമേ ഉള്ളൂ. ഒരു കിഡ്നി ആവശ്യമേ ഉള്ളതല്ല, ഒരു കിഡ്നി കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. 2 കിഡ്നിയാണ് ഉള്ളത്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് കിഡ്നി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നതെന്ന് അറിയാമോ? എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കുറച്ചെങ്കിലും അറിയുന്നുണ്ടാവും അല്ലെ. ഒന്ന് പറയാമോ, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് കിഡ്നി നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്നത്? എന്തൊക്കെ ഫങ്ഷൻസ് ആണ്? ആർക്കൊന്നും അറിയില്ല? കിഡ്നി എന്ത് ഫങ്ഷൻ ആണ് നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്നത്? പ്യൂരിഫൈ ബ്ലഡ്. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. സുരേഷ് പറഞ്ഞു ഫിൽറ്ററിംഗ് ആണ് കേട്ടോ. ജവഹർ അല്ലെ, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. അതായത് പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ് ആണ് അല്ലെ. അതായത് നമ്മുടെ ശരീരത്തിനകത്ത്, നമ്മുടെ ബ്ലഡിനകത്തുള്ള എന്താണ് അധിക ദ്രാവകങ്ങള്, മാലിന്യങ്ങള് അല്ലെ, അങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസുകളൊക്കെ ഫിൽറ്റർ ചെയ്യുക അല്ലെ, അരിച്ചു മാറ്റി
രക്തം ശുദ്ധീകരിക്കുക, അല്ലെ, പ്യൂരിഫൈ ചെയ്യുക. അതാണ് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെ. അത് മാത്രമാണോ? അല്ല. പിന്നെന്താണ്? നമ്മുടെ ശരീരത്തിനകത്ത് ജലം, അതുപോലെ മറ്റുള്ള ധാതു ലവണങ്ങള് അവയൊക്കെ കൺട്രോൾ ചെയ്യുക, അല്ലെ, അവയൊക്കെ ബാലൻസ് ചെയ്ത് നിലനിർത്തുക. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നതിനും ആർക്ക് പങ്കുണ്ട്? കിഡ്നിക്ക് പങ്കുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കിഡ്നി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസുകളാണ് നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ് ആണ്, അല്ലെ, നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ, അല്ലെ, നമ്മുടെ ബ്ലഡിനകത്തുള്ള മാലിന്യങ്ങള്, അധിക ദ്രാവകങ്ങള്, ഇവയെല്ലാം തന്നെ അടിച്ചു മാറ്റിയിട്ട് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ധാതു ലവണങ്ങള്, ജലം എന്നിവയുടെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന അങ്ങനെ ഒരുപാട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന ഒരാളാണ് കിഡ്നി, അല്ലെ. ഓക്കെ, ഇനി നമുക്കറിയാം എങ്ങനെയാണ് കിഡ്നി വേസ്റ്റുകൾ പുറന്തള്ളുന്നത്? എങ്ങനെയാണ്? യൂറിനിലൂടെയാണ്, അല്ലെ. യൂറിനിലൂടെയാണ് കിഡ്നി എന്ത് ചെയ്യുന്നത്? ഇതിലുള്ള വേസ്റ്റുകളൊക്കെ നമ്മുടെ ശരീരത്തിന്റെ പുറത്തോട്ടേക്ക് കളയുന്നത്. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ എന്താണ്? പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് പല ശാരീരിക അവസ്ഥകൾ കൊണ്ട് അല്ലെങ്കിൽ രോഗാവസ്ഥകളൊക്കെ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ കിഡ്നികള് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടൊക്കെ പ്രവർത്തനരഹിതമാവാം, അല്ലെ. അങ്ങനെ പ്രവർത്തനരഹിതമാവുന്ന കിഡ്നിക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാലിന്യങ്ങള്, ഈ പറയുന്ന അധിക ദ്രാവകങ്ങളെയൊക്കെ പുറന്തള്ളാൻ സാധിക്കാതെ വരും, അല്ലെ. അപ്പൊ അത്തരം സന്ദർഭങ്ങളില് കിഡ്നിയുടെ ഫംഗ്ഷൻ, അല്ലെ, കിഡ്നിയുടെ ധർമ്മം നിർവഹിക്കാനായിട്ട് നമ്മൾ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് എന്ന് പറയുന്നത് ഡയാലിസിസ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലെ. കിഡ്നിയുടെ ഫംഗ്ഷൻ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു മാർഗം, ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് ഡയാലിസിസ് സർവീസ്. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിൽ കിഡ്നി ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ച് യന്ത്രങ്ങളും ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു അണുവിമുക്തമായിട്ടുള്ള മുറിയിൽ വളരെ സുരക്ഷിതമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇതെന്ന് പറയുന്നത് ഡയാലിസിസ്. അറിയാലോ നിങ്ങൾക്ക് ഡയാലിസിസിനെ പറ്റിയിട്ട് നമുക്കറിയാം, അല്ലെ. കാരണം കിഡ്നി പേഷ്യൻസിനാണ് ഇങ്ങനെ ഒരു സേവനം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഡയാലിസിസ് സർവീസിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഡയാലിസിസ്, അതുപോലെ തന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത്, പിന്നെ നമ്മൾ കിഡ്നിയുടെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് പ്രധാനമായിട്ടും 2 ടൈപ്പ് ഡയാലിസിസുകളാണ് പഠിക്കാനായിട്ടുള്ളത്. 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഹീമോ ഡയാലിസിസും മറ്റൊന്ന് പെരിറ്റോണിയൽ ഡയാലിസിസും ട്ടോ. ഇതൊക്കെയാണ് 2 ടൈപ്പ് ഡയാലിസിസ്, ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസ്. അങ്ങനെ 2 ടൈപ്പ് ഡയാലിസിസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ അത്തരം കാര്യങ്ങൾ ഡയാലിസിസ് സെന്ററിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒരു ഡയാലിസിസ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ഫലപ്രദമാവണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ കുറച്ചധികം ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ ആണോ? ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? നമുക്ക് തുടങ്ങാം കേട്ടോ. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ നമുക്ക് വായിക്കാം. The kidneys are the organs that purify. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, എന്താണെന്നറിയാമോ? ഇന്നലത്തെ ക്ലാസ്സിൽ ഞാനൊരു കാര്യം പറഞ്ഞത് തെറ്റിപ്പോയിരുന്നു. അത് ഹെപ്പാരിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, അപ്പൊ ഹെപ്പാരിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു എന്നാണ് പറഞ്ഞത്. ബ്ലഡ് ക്ലോട്ടിങ്ങിനല്ല, ബ്ലഡ് ക്ലോട്ടിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും. എന്ന് വെച്ചാൽ ബ്ലഡിനെ കുറച്ചും കൂടി ഡിസോൾവ് ചെയ്യാനായിട്ട്, ക്ലോട്ടിങ്ങിനെ ഒരു ആന്റി കൊയാഗുലന്റ് ആയിട്ടാണ് ഹെപ്പാരിൻ പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നപ്പോ അത് മാറിപ്പോയിരുന്നു. ഓക്കെ, അപ്പൊ അതിന് സോറി പറയാനായിട്ട് ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോയിരുന്നു. ഞാൻ പറഞ്ഞത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്, അല്ല ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കേട്ടോ. അല്ലാണ്ട് ബ്ലഡ് ഇങ്ങനെ ബ്ലഡ് വെസലൊക്കെ ക്ലോട്ട് ആയി കഴിഞ്ഞാൽ അതിലൊന്ന് ഡൈല്യൂട്ട് ഡിസോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്, അങ്ങനെയുള്ള ഒരു മെഡിക്കേഷൻ ആണ് കേട്ടോ ഹെപ്പാരിൻ എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റിപ്പോയിരുന്നു. നമുക്കത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, എങ്കിലും പറഞ്ഞത് തെറ്റിപ്പോയിരുന്നു കേട്ടോ. അപ്പൊ സോറി പറയുന്നത്, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. ഇൻട്രൊഡക്ഷൻ. The kidneys are the organs that purify the blood
by removing the waste and the excess fluid from your body. നമ്മളിപ്പോ പറഞ്ഞതാണ് അല്ലെ. എന്താണ് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള അധിക ദ്രാവകങ്ങള് അല്ലെ, അതുപോലെ തന്നെ വേസ്റ്റുകൾ, മാലിന്യങ്ങള്, ഇവയെല്ലാം തന്നെ അടിച്ചു മാറ്റി നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗനാണ് ഇതെന്ന് പറയുന്നത്, കിഡ്നി എന്ന് പറയുന്നത് അല്ലെ, നമുക്കറിയാവുന്നതാണ്. ഇനി നോക്കൂ, this waste is sent to the bladder for elimination when you urinate. അല്ലെ, കിഡ്നി എങ്ങനെയാണ് ഈ പറയുന്ന മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിന് പുറത്തോട്ട് കളയുന്നത്? എങ്ങനെയാണ്? യൂറിനിലൂടെയാണ് അല്ലെ. ഈ പറയുന്ന വേസ്റ്റുകളെ എവിടേക്ക് എത്തിക്കാണ്? ബ്ലാഡറിലേക്ക് എത്തിക്കുന്നു. ബ്ലാഡർ വഴിയായിട്ട് ഇതെന്താ? യൂറിനേഷനിലൂടെ അല്ലെ, അതായത് മൂത്രത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ എന്ത് ചെയ്യുന്നത്? പുറന്തള്ളുന്നത് അല്ലെ. ഓക്കെ, ഇനി എന്താണ് ഡയാലിസിസ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നോക്കുക, ഡയാലിസിസ് is a kind of treatment that removes extra fluid and waste product from the blood when the kidneys are not able. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, അതായത് കിഡ്നിയുടെ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ കിഡ്നി തകരാറ് സംഭവിക്കുമ്പോൾ ഈ പറയുന്ന ഫംഗ്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ കിഡ്നിയുടെ ഫംഗ്ഷൻസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് അല്ലെ. അതാണ് അവിടെ എഴുതിയിരുന്നത് കേട്ടോ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് that removes the extra fluid and waste product from the blood when the kidneys are not able to. കിഡ്നിക്ക് അത് സാധിക്കാതെ വരുന്ന സിറ്റുവേഷനിൽ ഈ പറയുന്ന നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഡയാലിസിസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് effectively in the 1940s and became a standard treatment for the kidney failure starting in the 1970s. അതായത് 1940-കളിലാണ് ആദ്യമായിട്ട് ഡയാലിസിസ് വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഡയാലിസിസ് എന്നത് ഒരു ഫലപ്രദമായിട്ട് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്? എന്ത് തൊട്ടാണ്? 1940-ലാണ് കേട്ടോ. 1940s ഈ പറയുന്ന ഡയാലിസിസ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് 1970 കാലഘട്ടത്തിൽ ആയി കഴിഞ്ഞപ്പോൾ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് എന്ത് മാറി? ഡയാലിസിസ് മാറി. ക്ലിയർ ആയോ പറഞ്ഞത്? 1940-ലാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഡയാലിസിസ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ, 1940s. പിന്നീട് 1970 കാലഘട്ടം ആയി കഴിഞ്ഞപ്പോൾ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് എന്ത് മാറുകയാണ് ഉണ്ടായത്? ഡയാലിസിസ് മാറി. ഓക്കെ, ഇനി നോക്കൂ, ഫോളോയിങ് ദിസ് മില്യൺസ് ഓഫ് പേഷ്യൻസ് ഹാവ് ബീൻ ബെനിഫിറ്റഡ് ബൈ ദിസ് ട്രീറ്റ്മെന്റ് കേട്ടോ. നമുക്ക് ഒരുപാട് ആളുകള്, ദശലക്ഷക്കണക്കിന് ആളുകള് ഡയാലിസിസിന്റെ ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്ന ആളുകളാണ് കേട്ടോ. അപ്പൊ അതിൽ പഠിക്കാനുള്ള പോയിന്റ് ഇതാണ്, എന്താണ് ഡയാലിസിസ് എന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നീട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഡയാലിസിസ് ആദ്യമായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ്? 1940s-ലാണ് കേട്ടോ, 1940-ലാണ്. ഓക്കെ, ഇനി നോക്കാം. Dialysis can be done in a hospital, a dialysis center or at home. നമുക്ക് ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്യാം, ഡയാലിസിസ് സെന്ററിൽ ചെയ്യാം, വീട്ടിലും ചെയ്യാം. അപ്പൊ നമ്മൾ വിചാരിക്കും വീട്ടിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി പെരിറ്റോണിയൽ ഡയാലിസിസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും നമ്മുടെ കേരളത്തിൽ അത്ര എന്താ പറയാ ഒരുപാട് ചെറുലൻസ് ആയിട്ടില്ല. പക്ഷെ പെരിറ്റോണിയൽ ഡയാലിസിസ് ഒക്കെ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസ് ആണ് കേട്ടോ. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഡയാലിസിസ് നമുക്ക് ഹോസ്പിറ്റലിലും ചെയ്യാം. പിന്നെ ഡയാലിസിസ് സെന്ററുകൾ ഉണ്ട്, ഡയാലിസിസിന് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററുകൾ ഉണ്ട്, വീടുകളിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നോക്കൂ, ദ ഡോക്ടർ വിൽ ഡിറ്റർമിൻ which type of dialysis and the best place based on the medical condition. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷന് അനുസരിച്ചുകൊണ്ട് ഏത് ടൈപ്പ് ഡയാലിസിസ് ചെയ്യണം, എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഡോക്ടറാണ് അല്ലെ. അതും ആ ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഒരു ഡോക്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ ഡയാലിസിസ് തന്നെ 2 ടൈപ്പ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഹീമോ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഏത് ടൈപ്പ് ഡയാലിസിസ് ആണ് ചെയ്യേണ്ടത്, അത് എവിടെയാണ് ചെയ്യേണ്ടത്, ഹോസ്പിറ്റലിൽ ചെയ്യണോ, സെന്ററിൽ ചെയ്യണോ, വീട്ടിൽ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് ഒരു ഡോക്ടറാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നോക്കാം, അടുത്തതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം.
The length of dialysis treatment relay body size, the amount of waste in the body, and the present state of the health. എന്താണ് പറയുന്നത്? The length of dialysis treatment relay body size, amount of waste in the body, and the present state of the health. കേട്ടോ, അതായത് ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത്, ഇതിന്റെ ഡ്യൂറേഷൻ അല്ലെ, ആ ഡ്യൂറേഷൻ ഓഫ് ദ എന്താണ് ട്രീറ്റ്മെന്റ് ഓഫ് ഡയാലിസിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. റിലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡ് എന്നുള്ള അർത്ഥമാണ് അവിടെ. എന്തൊക്കെയാണ് 3 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഏതൊക്കെയാണ് 3 കാര്യങ്ങള്? ഒന്ന് ബോഡി സൈസ് ആണ് കേട്ടോ. ഒന്ന് ഫസ്റ്റ് വൺ ബോഡി സൈസ് ആണ്, ശരീരത്തിന്റെ വലിപ്പം. രണ്ടാമത്തത് എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡിയാണ് കേട്ടോ, നമ്മുടെ ശരീരത്തിനകത്തുള്ള വേസ്റ്റിന്റെ അളവ്. ഓക്കെ, വേസ്റ്റിന്റെ അളവ് എമൗണ്ട് അതിനെ ആശ്രയിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത് ആണ്, അതായത് ആ ഒരു രോഗിയുടെ നിലവിലുള്ള ഹെൽത്ത് കണ്ടീഷൻ അല്ലെ, അവരുടെ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ്. ഈ 3 കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ നമ്മൾ നിശ്ചയിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഒരു ഡയാലിസിസ് ചികിത്സയുടെ ലെങ്ത്, അതിന്റെ ഡ്യൂറേഷൻ 3 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ബോഡി സൈസ് ആണ് അല്ലെ, ശരീരത്തിന്റെ വലിപ്പം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ അത്യാവശ്യം ബോഡി സൈസ് ഉള്ള ഒരാളാണെന്ന് വെച്ചാൽ, അത്യാവശ്യം ബോഡി വെയിറ്റ് ബോഡി സൈസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ ശരീരത്തില് ബ്ലഡ് വോളിയം കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡയാലിസിസ് തന്നെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സെഷൻസ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ബോഡി സൈസ് കൂടുതലാണ്, അപ്പൊ അതിനനുസരിച്ചുള്ള ബ്ലഡ് വോളിയം അവർക്ക് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക് കിഡ്നി തകരാറുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ഒരുപാട് ഡയാലിസിസ് സെഷൻസിലൂടെ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പൊ ബോഡി സൈസ് ഒരു ഫാക്ടറാണ്. പിന്നെ വരുന്നത് എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി. ഇപ്പൊ ഒരാളുടെ ശരീരത്തിൽ ഒരുപാട് വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്തൊരു ബോഡിയാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ചിലപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് ഡയാലിസിസ് സെഷൻസിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഒറ്റയടിക്ക് നമുക്ക് ചിലപ്പോൾ ചെയ്ത് തീർക്കാനായിട്ട് പറ്റില്ല അല്ലെ, കാര്യം വേസ്റ്റിന്റെ അളവ് കൂടുതലാണെങ്കിൽ, നമുക്ക് കൂടുതൽ വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നൊരു ബോഡി ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഡയാലിസിസ് സെഷൻസ് അവിടെ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പറയുന്നത് എന്താണ്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത് ആണ് അല്ലെ, അതായത് നമ്മുടെ ഹെൽത്തിന്റെ ആ ഒരു രോഗിയുടെ നിലവിലുള്ള ഹെൽത്ത് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞപ്പോ വളരെ സിവിയർ ആയിട്ടുള്ളൊരു കിഡ്നി പേഷ്യന്റ് ആണെന്നിരിക്കുന്നത്, വളരെ സിവിയർ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള, വളരെ പതുക്കെ മാത്രമേ നമുക്ക് അവിടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. കാരണം ഹെൽത്ത് സ്റ്റാറ്റസ് കുറച്ചങ്ങനെ സ്റ്റേബിൾ അല്ലാത്ത ആളുകൾ, പക്ഷെ വളരെ സിവിയർ ആയിട്ടുള്ള കിഡ്നി പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒറ്റയടിക്കൊന്നും ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് കുറച്ചധികം സെഷൻസിലൂടെ മാത്രമേ ഡയാലിസിസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേസമയം കുറച്ചും കൂടെ ഒരു സ്റ്റേബിൾ ഹെൽത്ത് കണ്ടീഷനുള്ള ഒരു രോഗിയാണ് വരുന്നത്, അപ്പൊ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് എന്താണ് കുറഞ്ഞ സെഷൻസിലൂടെ നമുക്ക് ഡയാലിസിസ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? അതാണ് അവിടെ പറയുന്നത് ഒരു ഡ്യൂറേഷൻ ഓഫ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയാലിസിസ് എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ്സ് ഓൺ ദ 3 ഫാക്ടേഴ്സ്. ഇതൊക്കെയാണ് 3 ഫാക്ടേഴ്സ്: ബോഡി സൈസ്, എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, then the present state of the health. ക്ലിയർ ആയോ പറഞ്ഞത്? ഈ 2 പാരഗ്രാഫിൽ നമ്മൾ പഠിക്കേണ്ട പോയിന്റുകൾ എന്താണ് ഡയാലിസിസ് മനസ്സിലാക്കി വെക്കുക. 1940-ലാണ് ഡയാലിസിസ് ആദ്യമായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്, അത് പഠിച്ചു വെക്കുക. പിന്നെ ഈ പറയുന്ന ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് 3 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്: ബോഡി സൈസ്, എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്. ഓക്കെ, ഇത്രയും മാത്രമാണ് അവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോവാം. യൂസസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നത് കേട്ടോ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത്, പ്രയോജനപ്പെടുത്തുന്നത്, അത്തരം സാഹചര്യങ്ങളാണ് ഇത് നമ്മൾ എന്താണ് അങ്ങനെ അല്ല 1970-ൽ സ്റ്റാർട്ട് ചെയ്തത്. 1940-ലാണ് ആദ്യമായിട്ട് ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 1940s-ലാണ്. പിന്നെ 1970 ആയി കഴിഞ്ഞപ്പോ എന്താണ് ഇത് ഈ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, ഉപയോഗപ്പെടുത്തുന്നത് ഫസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1940 കാലഘട്ടത്തിലാണ്. പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു 2ാം ലോക മഹായുദ്ധ കാലഘട്ടമൊക്കെ 39-40 ആ ഒരു കാലഘട്ടത്തിലാണ് ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നത്. പിന്നീട് 70 ആയി കഴിഞ്ഞപ്പോ ഈ ഒരു ട്രീറ്റ്മെന്റ് കുറെ കൂടെ പോപ്പുലറൈസ്ഡ് ആയി എന്നാണ് പറയുന്നത്. എന്നുവെച്ചൊരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഈ പറയുന്ന വൃക്കരോഗികളുടെ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറുന്നത് 1970s-ലാണ്, ആരംഭിക്കുന്നത് 1940-ലാണ് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഓക്കെ,
ഇനി ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്ന രണ്ട് സിറ്റുവേഷൻ കേട്ടോ. ഒന്നാമത്തെ നോക്കിക്കേ, ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് who have recently lost the kidney function. ആ റീസെന്റ് ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് പറയുന്നത്? ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് who have recently lost the kidney functions. ആ ഒരു സാഹചര്യത്തിന് നമ്മൾ എന്താണ് പറയാന്നറിയോ? അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്നാണ് പറയാ. എന്താണ് പറയാ? അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF എന്നാണ് പറയാ. എന്താണ് ARF? ARF എന്താണ്? അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാല്, അതായത് ഈ അടുത്തിടെയായിട്ട് പെട്ടെന്നൊരു എന്താ പറയാ, ഏതാനും ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ടൊക്കെ വൃക്ക തകരാറ് സംഭവിക്കുന്ന പേഷ്യൻസിന് എന്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ദ പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ, അത് അടുത്തിടെയായിട്ട് പെട്ടെന്ന് ഒരു വൃക്ക തകരാറ് സംഭവിക്കുകയാണ്, വൃക്കനാശനം ഉണ്ടാകുന്ന അത്തരം പേഷ്യൻസിനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡയാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു വൃക്ക തകരാറുണ്ടല്ലോ, ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ പറയുന്നത് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പറയാ? അക്യൂട്ട് റീനൽ ഫെയിലിയർ. റീനൽ എന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? കിഡ്നിയുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ, മറന്നു പോകരുത് കേട്ടോ. റീനൽ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിന് അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF എന്നാണ് പറയാം. ഈ ഷോർട്ട് ഫോമുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ARF അഥവാ അക്യൂട്ട് റീനൽ ഫെയിലിയർ. എന്താണത്? ദ പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ കേട്ടോ. അടുത്തത് രണ്ടാമത്തെ പറയുന്നത് എന്താണ്? യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻസ് അല്ലെ. അതായത് ഈ പറയുന്ന ശാശ്വതമായിട്ട് തന്നെ എന്താണ് വൃക്ക തകരാറ് സംഭവിച്ചിട്ടുള്ള രോഗികളിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡയാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ശാശ്വതമായിട്ട് ഈ പെർമനന്റ് ആയിട്ട് തന്നെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താ പറയാന്നറിയോ? ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്നാണ് പറയാ. എന്താണ് പറയാ? ക്രോണിക് എന്ന് പറയുമ്പോൾ അറിയാലോ, അതായത് നീണ്ടു നിൽക്കുന്നതാണ്. എന്ന് വെച്ചാൽ പെർമനന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാണ്? വൃക്ക തകരാറ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു അല്ലെ. ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ കേട്ടോ. എന്താണ് പറയാ? ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ. എൻഡ് സ്റ്റേജ് ആയി, ഇനി അടുത്ത മാർഗം എന്ത് മാത്രമേ ഉള്ളൂ? ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് മാത്രമേ ഇനി അടുത്ത മാർഗമുള്ളൂ അല്ലെ. എൻഡ് സ്റ്റേജ് ആയി കഴിഞ്ഞു, കാരണം കിഡ്നി അത്ര പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? അതിന്റെ ഫംഗ്ഷൻ ഫുൾ ഫെയിലിയർ ആയി കഴിയുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഈ രണ്ട് സാഹചര്യങ്ങളിലുമാണ് നമ്മൾ എന്ത് പ്രയോജനപ്പെടുത്തുന്നത്? ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നത്. ഏതൊക്കെ സിറ്റുവേഷൻ ആണ്? ഒന്ന് ARF അല്ല, അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ എന്താ പറഞ്ഞത്? ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് കിഡ്നി റീനൽ ഫെയിലിയർ അല്ലെ. എന്ന് പറഞ്ഞാൽ ദ പേഷ്യൻസ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ. ഈ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഡയാലിസിസ് പ്രയോജിക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? രണ്ട് സാഹചര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഒന്ന് ARF-ഉം ഒന്ന് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ആണ് കേട്ടോ. ഇനി അടുത്തത് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ താഴെ കൊടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് വായിക്കാതെ, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ AKI. എന്താണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ AKI? അതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞില്ലേ, ARF പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇത് AKI എന്ന് പറയുന്നത് കേട്ടോ. AKI അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി കേട്ടോ. നോക്കുക, എന്താണത്? എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ്. അത് തന്നെ, അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വൃക്ക തകരാറുകള് അല്ലെങ്കിൽ വൃക്കനാശനം, അതിനെയാണ് നമ്മൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ അക്യൂട്ട് റീനൽ ഫെയിലിയർ ARF AKI എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കുക, ദാറ്റ് ഹാപ്പൻസ് വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ്. ഇത് സംഭവിച്ചത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നത് കേട്ടോ. ഇനി എന്താ പറയുന്നത്? AKI is normally treated in a hospital setting with intravenous fluids. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് given through the vein അല്ലെ. സാധാരണ ഇൻട്രാവെനസ് ഫ്ലൂയിഡ് സെറ്റിംഗ്സ് ഉള്ള ഒരു ആശുപത്രി ക്രമീകരണത്തിലാണ് എന്ത് കൊടുക്കുന്നത്? AKI ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രാവെനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? IV അല്ലെ. എന്ന് വെച്ചാൽ given through the vein, നേരിട്ട് നമ്മൾ ഡയറക്ട്ലി ഇൻസേർട്ടഡ് ഇൻ ടു ദ വെയിൻ അല്ലെ. നമ്മൾ നേരിട്ട് വെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് മരുന്ന് കൊടുക്കില്ലേ, ട്രീറ്റ്മെന്റ്സ് കൊടുക്കില്ലേ, അതിനെയാണ് പറയുന്നത് ഇൻട്രാവെനസ് ഫ്ലൂയിഡ്സ് എന്നാണ് പറയാ. അപ്പൊ അത്തരത്തില് ഇൻട്രാവെനസ് ഫ്ലൂയിഡ് സെറ്റിംഗ്സ് ഉള്ള ഒരു ആശുപത്രി സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു ക്രമീകരണത്തിലാണ് ഈ പറയുന്ന അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉള്ള പേഷ്യൻസിന് ചികിത്സകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നോക്കാം, ഇൻ ക്രിട്ടിക്കൽ കേസസ്
ഡയാലിസിസ് മേ ആൾസോ ബി നെസസറി ഫോർ എ ഷോർട്ട് ടൈം ടിൽ ദ കിഡ്നീസ് ഗെറ്റ് ബെറ്റർ കേട്ടോ. അപ്പൊ ഗുരുതരാവസ്ഥയിൽ വരികയാണെങ്കിൽ, ക്രിട്ടിക്കൽ കേസസ് ആണെങ്കിൽ, വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ നമുക്ക് കിഡ്നി ബെറ്റർ ആകുന്നത് വരെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ചെറിയൊരു കാലയളവ് നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ മനസ്സിലായോ? അതാണ്. ഓക്കെ, ക്രിട്ടിക്കൽ കേസ് ആണെങ്കിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. ഏതാവുന്നത് വരെ, കിഡ്നി ഒന്ന് ബെറ്റർ ആകുന്നത് വരെ നമുക്ക് ചെറിയൊരു കാലയളവിൽ ഡയാലിസിസ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഒരു പരിധി വരെ നമുക്ക് ഇത് എന്താണെന്ന് പറയാം, റിവേഴ്സിബിൾ ആണെന്ന് പറയാം. ഇതൊരു റിവേഴ്സിബിൾ ആണെന്ന് നമുക്ക് പറയാം. കാര്യം എന്താന്ന് വെച്ചാല് പെട്ടെന്ന് ഉണ്ടാകുന്നത് വൃക്ക തകരാറാണല്ലോ, പെട്ടെന്ന് ഉണ്ടാകുന്ന വൃക്ക നാശനമാണ്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും അല്ലെ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. അപ്പൊ കാരണം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് ഡയഗ്നൈസ് ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിഡ്നിയുടെ പഴയൊരു ഫംഗ്ഷനിലോട്ട് കുറെ കൂടെ ബെറ്റർ ആക്കാനായിട്ട് പറ്റും. അതാവുന്നത് വരെ ചിലപ്പോൾ നമുക്ക് കുറച്ച് കാലയളവ് ഡയാലിസിസ് അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് കിഡ്നി ഫെയിലിയർ. കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞില്ലേ, ആ സിറ്റുവേഷൻ ആണ് കേട്ടോ കിഡ്നി ഫെയിലിയർ. നോക്കുക കേട്ടോ, ആസ് പെർ ദ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ, എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ഹാപ്പൻസ് when the kidneys are functioning at only 10 to 15% of their normal function. ആ 10 to 15% എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ കിഡ്നിയുടെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ ഒരു 10 to 15% ചുരുങ്ങി പോകുന്ന അവസ്ഥയിലെയാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ അഥവാ ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കി, ഒരു കിഡ്നിയുടെ പ്രവർത്തനം 10 to 15% കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ ഫങ്ഷൻസ് അവിടെ കുറഞ്ഞു അല്ലെ, ഏകദേശം ഓൾമോസ്റ്റ് കിഡ്നി ഫെയിലിയർ ആയി എന്നാണ് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ. പറഞ്ഞിരിക്കാം, ഒരു ക്രോണിക് അഥവാ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്ന എന്ത് സാഹചര്യത്തിലാണ്, കിഡ്നിയുടെ നോർമൽ ഫംഗ്ഷൻ ഒരു 10 to 15% റിഡ്യൂസ് ചെയ്യുന്നത്, ചുരുങ്ങി പോകുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ അഥവാ ക്രോണിക് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. അറ്റ് ദിസ് സ്റ്റേജ് the kidneys will not be able to keep you alive without extra help. അത്തരം സ്റ്റേജ് വരുമ്പോൾ നമുക്ക് കിഡ്നിക്ക് മറ്റൊരു സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും നമ്മുടെ ജീവിതം നിലനിർത്താനായിട്ട് സാധിക്കില്ല അല്ലെ. ഓക്കെ, ദിസ് ഈസ് ആൾസോ നോൺ ആസ് എൻ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അഥവാ ESKD കേട്ടോ. അതിന് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയാം ESKD എന്നാണ്. ESKD എന്താണ്? എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്നാണ് നമ്മൾ പറയാ കേട്ടോ. ഓക്കെ, നോക്കുക, വിത്ത് കിഡ്നി ഫെയിലിയർ dialysis is only able to do some of the work of healthy kidneys, but it is no cure for the kidney disease കേട്ടോ. ഒരു കാര്യം ഓർക്കാം, അതായത് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമാണ് ഡയാലിസിസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഡയാലിസിസ് എന്ന് പറയുന്നത് കിഡ്നിയെ സുഖപ്പെടുത്തോ അല്ലെങ്കിൽ കിഡ്നിയുടെ അസുഖങ്ങളെ മാറ്റുകയോ അല്ല ചെയ്യുന്നത്. പകരം എന്താണ്, സാധാരണ ഒരു കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻസ് എന്താണോ ആ ഫങ്ഷൻസ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ ചെയ്യാണ് ഡയാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരിക്കലും ഡയാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കിഡ്നിയുടെ അസുഖം സുഖപ്പെടുത്തുക അല്ലെങ്കിൽ കിഡ്നിയുടെ അസുഖം മാറ്റുക അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻസിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതാണ് ഡയാലിസിസ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നോക്കാം, വിത്ത് ESKD the patient will require dialysis for the rest of your life or until he or she is able to get a kidney transplant കേട്ടോ. അപ്പൊ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് രോഗിക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡയാലിസിസ് അത്യാവശ്യമായിട്ട് വരും അല്ലെ. ഏതാവുന്നത് വരെ, ഒന്നില്ലെങ്കിൽ അവരൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വിധേയമാകുന്നത് വരെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്താ ആവശ്യമായിട്ട് വരും, ഡയാലിസിസ് അവിടെ ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ രണ്ട് സാഹചര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അക്യൂട്ട് റീനൽ ഫെയിലിയർ, അതിനെ തന്നെയാണ് നമ്മൾ AKI എന്ന് പറയുന്നത്, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. എന്താണ്, ദ പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ് ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ ആണ്. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. അതിനെവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുക, സാധാരണ ഇൻട്രാവെനസ് ഫ്ലൂയിഡ് സെറ്റിംഗ്സ് ഉള്ള ക്രമീകരണത്തിൽ, അത്തരം ഹോസ്പിറ്റൽ ക്രമീകരണത്തിലാണ് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അവിടെ എന്ന് പറയുന്നത് നമുക്ക് ഡയാലിസിസ് ഒരുപാട് കാലമൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ആ ഒരു കിഡ്നി ബെറ്റർ ആവുന്നത് വരെ നമുക്ക് ഡയാലിസിസ് അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി എന്താണ് ക്രോണിക് കിഡ്നി ഫെയിലിയർ അഥവാ ESKD അല്ലെ, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു വ്യക്തിയുടെ നോർമൽ പ്രവർത്തനങ്ങൾ 10 to 15% ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയെയാണ് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെ ആ ഒരു രോഗിയുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഡയാലിസിസ് ആവശ്യമായിട്ട് വരും.
ഓക്കെ ആണ് ഇത്രയും ഭാഗം? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഒരു 2 മിനിറ്റ് ഒന്ന് വായിക്കാം നിങ്ങള്. കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ. 2 മിനിറ്റ് ഒന്ന് വായിക്കാം. ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇനി ഇതില് ഈ AKI, ESKD അതിന്റെ ഫുൾ ഫോം ഒക്കെ ഇപ്പോഴേ തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഇനി എന്തിനാണ് ഒന്നുകൂടെ പറയാനാവണേ? ഞാൻ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരുന്നു കേട്ടോ. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഈ റീസെന്റ് ആയിട്ട് കിഡ്നി ഫെയിലിയർ ആവുന്ന അവസ്ഥയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി കേട്ടോ. ESKD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിഡ്നിയുടെ ഫങ്ഷൻസ് 10 to 15% കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് കിഡ്നി എന്താ രണ്ട് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് കേട്ടോ. ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണും കേട്ടോ. ഒരു കാര്യം ഞാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻസ് നീങ്ങില്ല കേട്ടോ. കെട്ടിരിക്കുന്നവർക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തതാണ് ഹൗ ഇറ്റ് വർക്ക്സ് കേട്ടോ. ഇനി എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? അതായത് നമ്മൾ ഇനി പഠിക്കുന്നത് കിഡ്നിയുടെ ഫങ്ഷൻസുകളാണ് കേട്ടോ. കിഡ്നിയുടെ പ്രധാനപ്പെട്ട ചില ഫങ്ഷൻസുകളാണ് അവിടെ പോയിന്റുകളായിട്ട് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. Dialysis discharges some of the duties that the kidney normally does to keep your body in balance. Such as എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. Properly functioning kidneys prevent the extra water, waste and other impurities from piling up in the body. ഇതാണ് properly functioning kidneys prevent the extra water, waste and other impurities from piling up in the body. അതായത് പൈലിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുനിഞ്ഞുകൂടുക എന്നുള്ള അർത്ഥമാണ്. അടിഞ്ഞുകൂടുക, കുനിഞ്ഞുകൂടുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന കിഡ്നി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ പറയുന്ന അധിക ദ്രാവകങ്ങള്, അധിക ജലം, അധിക ദ്രാവകങ്ങള്, മറ്റുള്ള മാലിന്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ കുനിഞ്ഞുകൂടുന്നത് തടയുന്നു അല്ലെ? അങ്ങനെയാണ് കിഡ്നി എന്ന് വെച്ചാൽ തടയാന്ന് വെച്ചാൽ അതിനെ ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് കളയുന്നു അല്ലെ? ഓക്കെ, അതാണ് ഒന്നാമത്തെ ഫങ്ഷൻ കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. They also help to control the blood pressure and control the levels of chemical elements in the blood. These elements may be sodium and potassium. അത് മാത്രമല്ല, ഈ പറയുന്ന കിഡ്നി എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. They also help to control the blood pressure. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡിനകത്തുള്ള കെമിക്കൽ ഇലമെന്റ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ധാതു ലവണങ്ങളാണ് കേട്ടോ. നമ്മുടെ ബ്ലഡിനകത്തുള്ള ധാതു ലവണങ്ങളുടെ ലെവല് അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ലെവല് അതിന്റെ ആ ഒരു ബാലൻസ് കൺട്രോൾ ചെയ്യുന്നതും ആര് തന്നെയാണ്? കിഡ്നി തന്നെയാണ് കേട്ടോ. ദീസ് ഇലമെന്റ്സ് മേ ബി സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മളിവിടെ പറഞ്ഞല്ലോ കെമിക്കൽ ഇലമെന്റ്സ്. അതെന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന സോഡിയം, പൊട്ടാസ്യം പോലെയുള്ള ധാതു ലവണങ്ങളാണ് കെമിക്കൽ ഇലമെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീരത്തിൽ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലവണങ്ങൾ, ധാതു ലവണങ്ങളുണ്ട് അല്ലെ? അപ്പൊ അവയുടെയൊക്കെ ബാലൻസ് ചെയ്യുന്നത് ആരാണ്? കിഡ്നിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. കിഡ്നി C1 ആക്ടിവേറ്റ് എ ഫോം ഓഫ് വിറ്റാമിൻ D that enhances the absorption of calcium. എന്താണ് പറയുന്നത്? കിഡ്നി C1 ആക്ടിവേറ്റ് എ ഫോം ഓഫ് വിറ്റാമിൻ D that enhances the absorption of calcium. അതായത് കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? കിഡ്നി സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലുകൾക്ക്, പല്ലുകൾക്ക് അല്ലെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് അല്ലെ. വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിലൂടെയൊക്കെ ലഭിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് അല്ലെ, വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ഈ വിറ്റാമിൻ ഡി ആണ് നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്നത്.
അപ്പൊ ഈ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യുന്ന വിറ്റാമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? നമ്മുടെ കിഡ്നി സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് പ്രധാനമായിട്ടും കിഡ്നിയുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എന്താണ്? നമ്മുടെ ശരീരത്തിനകത്ത് അധിക ദ്രാവകങ്ങള് വേസ്റ്റുകളെല്ലാം ബോഡിയിൽ അടിഞ്ഞു കൂടുന്നത് തടയുന്നത് കിഡ്നിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതും നമ്മുടെ ബ്ലഡിനകത്തുള്ള കെമിക്കൽ എലിമെന്റ്സിന്റെ ലെവലുകളൊക്കെ ബാലൻസ് ചെയ്യുന്നതും ആര് തന്നെയാണ്? കിഡ്നിയാണ് കേട്ടോ. അതുപോലെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വിറ്റാമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? കിഡ്നിയാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ. When kidneys are unable to perform these functions due to disease or injury, it is dialysis that can help the body run as normally as possible. കേട്ടോ. ശരിക്കും പറഞ്ഞാല് ഈ പറയുന്ന ഫങ്ഷൻസ് ഒക്കെ കിഡ്നിക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ, കിഡ്നി തകരാറ് സംഭവിച്ചു അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും എന്താണ് ഡാമേജ് നമ്മൾ പറഞ്ഞാൽ കിഡ്നിക്ക് ഈ പറയുന്ന ഫങ്ഷൻസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് ഇറ്റ് ഈസ് ദ ഡയാലിസിസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ദ ബോഡി റൺ ആസ് നോർമലി ആസ് പോസിബിൾ. അപ്പൊ നമുക്ക് ഡയാലിസിസ് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. വിത്തൗട്ട് ഡയാലിസിസ് salt and other waste product will pile up in the blood കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡയാലിസിസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഈ പറയുന്ന സാൾട്ട് മറ്റുള്ള വേസ്റ്റുകളൊക്കെ നമ്മുടെ ബ്ലഡിനകത്ത് അടിഞ്ഞുകൂടും. ദാറ്റ് പോയിസൺ ദ ബോഡി, നമ്മുടെ ബോഡിയിൽ അത് പോയിസൺ ആക്കും. ആൻഡ് ഡാമേജ് ദ അതർ ഓർഗൻസ്, മറ്റുള്ള ഓർഗൻസിനെ വരെ അത് നശിപ്പിക്കും അല്ലെ, മറ്റുള്ള ഓർഗൻസിനെ വരെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ അങ്ങനെയാണ് ഒരു കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. കിഡ്നി ചെയ്യുന്ന ഈ പറയുന്ന ഫങ്ഷൻസ് ആര് ചെയ്യും? ഡയാലിസിസിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ നോക്കുക, ഡയാലിസിസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. രണ്ട് ടൈപ്പ് ഡയാലിസിസുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഹീമോ ഡയാലിസിസ്, മറ്റൊന്ന് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതൊക്കെയാണ് രണ്ട് ടൈപ്പ് ഡയാലിസിസ്. ഫസ്റ്റ് വൺ ഹീമോ ഡയാലിസിസ് അല്ലെ. ഹീമോ ഡയാലിസിസിന് നമുക്ക് HD എന്ന് പറയാം കേട്ടോ, HD എന്ന് പറയാം. പിന്നെ അടുത്തത് എന്താണ്? പെരിറ്റോണിയൽ ഡയാലിസിസ് അഥവാ PD എന്നാണ് നമ്മൾ ചുരുക്കി പറയാം കേട്ടോ, PD. ഓക്കെ, പെരിറ്റോണിയൽ ഡയാലിസിസ് അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തിനെ പറ്റി പഠിക്കാതെ ഹീമോ ഡയാലിസിസിനെ പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഹീമോ ഡയാലിസിസ് കേട്ടിട്ടുണ്ടാവും. എന്താണ് ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ശരീരത്തിന്റെ വെളിയിലോട്ട് ബ്ലഡിനെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡിനെ നമ്മൾ വെളിയിലോട്ട് കൊണ്ടുവരികയാണ്, പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്. ഓക്കെ, ഈ ഡയാലിസിസ് മെഷീനകത്ത് ഒരു എന്താ പറയാ സ്പെഷ്യലൈസ്ഡ് മെംബ്രെയിൻ ഉണ്ട്. ഒരു സ്പെഷ്യലൈസ്ഡ് മെംബ്രെയിൻ എന്ന് വെച്ചൊരു പ്രത്യേക ഒരു ഫിൽറ്റർ ഉണ്ട്. ഓക്കെ, അതിന് നമ്മൾ പറയാ ഡയലൈസർ എന്നാണ് പറയാ. എന്താണ് പറയാ? ഡയലൈസർ, DIALYZER കേട്ടോ, ഡയലൈസർ. ഓക്കെ, ഡയലൈസർ ആണ്. ആ ഡയാലിസിസ് മെഷീനകത്തുള്ള അരിപ്പയാണ് കേട്ടോ, അരിപ്പയാണ് ശരിക്കും. സ്പെഷ്യലൈസ്ഡ് മെംബ്രെയിൻ ആണ്. അതിന് നമ്മൾ ഡയലൈസർ എന്നാണ് പറയാ. ഡയലൈസർ എന്ന് പറയാം, ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോ നമ്മൾ ഈ കൊണ്ടുവരുന്ന ബ്ലഡിനെ എന്തിലൂടെ കടത്തിവിടുകയാണ്? ഈ ഡയാലിസിസ് മെഷീന്റെ ഡയലൈസറിലൂടെ നമ്മൾ കടത്തിവിടുകയാണ്. ഈ ഡയലൈസറിലൂടെ കടന്നു പോകുമ്പോൾ ഈ ബ്ലഡിനകത്തുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ അവിടെ അരിച്ചു മാറ്റപ്പെടുകയാണ്, ഫിൽട്ടർ ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടുള്ള ബ്ലഡ്, അതായത് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡിനെ ഇതേ ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ശരീരത്തിനകത്തേക്ക് തിരിച്ചങ്ങ് കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീമോ ഡയാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതോടെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കാം. എന്താണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയാം? ഹീം അല്ലെ, ഹീമോ. ഹീം എന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ഹീം ഓർക്കാം കേട്ടോ, നമ്മൾ ഹെമറ്റോളജിയിലൊക്കെ പറയില്ലേ, ഹീം എന്ന വാക്ക് ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഹീമോ ഡയാലിസിസിനകത്ത് നമ്മൾ ശരീരത്തിൽ നിന്ന് വെളിയിലോട്ട് ബ്ലഡിനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് അവിടെ ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ട്. ഈ മെഷീനകത്ത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, അതിന് നമ്മൾ ഡയലൈസർ എന്നാണ് പറയാം. ഡയലൈസർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാം. ഈ ഡയലൈസറിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ബ്ലഡിനെ ഇങ്ങനെ കടത്തിവിടുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ബ്ലഡിനകത്തുള്ള അധിക ദ്രാവകങ്ങൾ, മാലിന്യങ്ങളൊക്കെ അവിടെ അരിച്ചു മാറ്റപ്പെടുകയാണ്. ഡയലൈസറിലൂടെ കടന്നു പോകുക അരിച്ചു മാറ്റപ്പെടുകയാണ്. അങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടുള്ള ബ്ലഡ്, അതായത് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡിനെ തിരിച്ച് ഡയാലിസിസ് മെഷീന്റെ സഹായത്തോടെ വീണ്ടും നമ്മൾ ശരീരത്തിനകത്തേക്ക് കയറ്റിവിടുകയാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹീമോ ഡയാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഹീമോഡയാലിസിസ്. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് ഹീമോഡയാലിസിസ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് എന്ത്? ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹീമോഡയാലിസിസ് എന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്തിരിക്കാം. ഹീമോഡയാലിസിസ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് എ ഡയാലിസിസ് മെഷീൻ and a special filter called an artificial kidney or a dialyzer is used. അതാണ് ഞാൻ പറഞ്ഞത്. ഡയാലിസിസ് മെഷീനകത്ത് ഒരു സ്പെഷ്യൽ ഫിൽറ്റർ ഉണ്ട് അല്ലെ, ഒരു അരിപ്പയുണ്ട്. അതിന് നമ്മൾ എന്താ പറയാ? ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഡയലൈസർ എന്ന് വിശേഷിപ്പിക്കാം അല്ലെ, ഡയലൈസർ എന്ന് പറയാം. ഓക്കെ, ദിസ് ആർട്ടിഫിഷ്യൽ കിഡ്നി നമുക്ക് ഹീമോഡയലൈസർ എന്ന് പറയാം. ഹീമോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ബ്ലഡ് കടത്തി വിടുന്നത് കൊണ്ടാണ് അതിന് ഹീമോഡയലൈസർ എന്ന് പറയുന്നത്. ഇത് എലിമിനേറ്റ്സ് ദ വേസ്റ്റ് ആൻഡ് സർപ്ലസ് ഫ്ലൂയിഡ് ഫ്രം ദ ബ്ലഡ് അല്ലെ. ഈ ഡയലൈസർ എന്ത് ചെയ്യും? ബ്ലഡിനകത്തുള്ള അധിക ദ്രാവകങ്ങളെ, വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യും. ദ ഫിൽറ്റേർഡ് ബ്ലഡ് ഈസ് ദെൻ സെൻഡ് ബാക്ക് ടു ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയാലിസിസ് മെഷീൻ. അങ്ങനെ ഫിൽറ്റർ ചെയ്ത ഈ ഒരു ബ്ലഡിനെ, പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ മെഷീന്റെ സഹായത്തോടു കൂടി തിരിച്ച് നമ്മൾ ശരീരത്തിനകത്തേക്ക് കയറ്റുന്നത്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ദ ഹീമോഡയാലിസിസ്. ഓക്കെ ആണല്ലോ? ഇനി നോക്കാം കേട്ടോ. ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഹീമോഡയാലിസിസ് പറഞ്ഞപ്പോ നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ, ഈ നമ്മുടെ ശരീരത്തിന് പുറത്തോട്ട് ബ്ലഡ് നമ്മൾ വെളിയിലോട്ട് നമുക്ക് കൊണ്ടുവരണം അല്ലെ. ഈ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിനായിട്ടൊരു വേ നമുക്ക് ഉണ്ടാക്കണം അല്ലെ, ഒരു പാത വേണം അല്ലെ. എന്നുവെച്ചാൽ വലിയൊരു അളവിന് നമുക്ക് എന്ത് ചെയ്യണം? ശരീരത്തിൽ നിന്ന് ബ്ലഡിനെ നമുക്ക് വെളിയിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ വെളിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ശരീരത്തിനകത്ത് എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യണ്ടേ? വേണ്ടേ? ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്ത് ഒരു വേ ഉണ്ടാക്കി അതിലൂടെ വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? ഈ ബ്ലഡിന് നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് അല്ലെ. അപ്പോ ആ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഓപ്പണിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അല്ലെ, ഒരു വേ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സർജറി നമ്മൾ നടത്തും. ഓക്കെ, എന്ന് പറഞ്ഞാല് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ സർജറിയിലൂടെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാണ്? ഒരു ഓപ്പണിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ഓപ്പണിങ്ങിനെ നമ്മൾ പറയുന്നതാണ് വാസ്കുലർ ആക്സസ് സൈറ്റ്. അതാണ് നമ്മൾ പറയാ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്നാണ് പറയാ. വാസ്കുലർ എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചതാണ്. വാസ്കുലർ എന്ന് പറയുന്ന വാക്ക് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എന്താണ്? ബ്ലഡ് വെസൽ ആണ് കേട്ടോ. എന്താണ്? ബ്ലഡ് വെസൽ ആണ്. വീനസ് മീൻസ് സിര എന്ന് വെച്ചാൽ ബ്ലഡ് വെസലുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് വാസ്കുലർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വാസ്കുലർ ആക്സസ് സൈറ്റ്, ആക്സസ് ചെയ്യാൻ നമുക്ക് ബ്ലഡിനെ പുറത്തോട്ട് കൊണ്ടുവരണം, തിരിച്ചകത്തോട്ട് കയറ്റി വിടണം. അതിനായിട്ട് ഒരു പാതയാണ്. ആക്സസ് മീൻസ് ഒരു വേ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതന്നെ സൽമാൻ, രക്തക്കുഴലാണ് കേട്ടോ. അപ്പോ ശരിക്കും പറഞ്ഞിട്ട് എന്താണ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ വേ അല്ലെ, ഇറ്റ് ഇസ് ദ വേ ദാറ്റ് ദ ഡിസൈർഡ് എമൗണ്ട് ഓഫ് ദ ബ്ലഡ് ഈസ് റിക്വയർഡ് ഫോർ ദ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പുറത്തോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വേ അല്ലെ, ഒരു ആക്സസ് ആണ് അത് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വാസ്കുലർ ആക്സസ് സൈറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സർജറിയിലൂടെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും 3 രീതിയിലാണ് നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. 3 രീതിയിലാണ് കേട്ടോ, 3 ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തത് AV ഫിസ്റ്റുല. ഫസ്റ്റ് വൺ എന്താണ്? AV ഫിസ്റ്റുല. രണ്ടാമത്തത് AV ഗ്രാഫ്റ്റ്. മൂന്നാമത്തത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ഓക്കെ, ഇതൊക്കെയാണ്. ഒന്നാമത്തെ ഏതാന്ന് പറഞ്ഞത്? AV ഫിസ്റ്റുല. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? AV ഗ്രാഫ്റ്റ്. മൂന്നാമത്തെ എന്താണ്? വാസ്കുലർ ആക്സസ് കത്തീറ്റർ. അങ്ങനെ 3 രീതിയിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന വാസ്കുലർ ആക്സസ് സൈറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും മനസ്സിലാവോ? ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ നോക്കൂ, ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് കാണിക്കാം. ബിഫോർ സ്റ്റാർട്ടിങ് ഹീമോഡയാലിസിസ് അല്ലെ, ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാസ്കുലർ ആക്സസ് സൈറ്റ് അല്ലെ. നമുക്കൊരു വാസ്കുലർ ആക്സസ് സൈറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ചെറിയൊരു സർജറി നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലെ. ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ, വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഓപ്പണിംഗ് ഇൻ ടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലിൽ നമ്മളൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാണ്. ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ബ്ലഡിനെ വെളിയിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അല്ലെ. ഓക്കെ, നോർമലി ഇൻ ദ പേഷ്യൻസ് ആണ്, സാധാരണയായിട്ട് നമ്മുടെ
എന്താ പറയാ ഉണ്ടല്ലോ നമ്മുടെ കൈത്തണ്ടയുടെ ഭാഗത്താണ് സാധാരണയായിട്ട് വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ദിസ് ആക്സസ് സൈറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഹാവ് ആൻ ഈസി വേ ടു ഗെറ്റ് ദ ബ്ലഡ് ഫ്രം ദ ബോഡി. അല്ലെ, ഈ ഒരു വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഡിനെ വെളിയിലോട്ട് കൊണ്ടുവരുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു വേ ആണ് നമ്മൾ അവിടെ ഉണ്ടാക്കുന്നത് അല്ലെ. പിന്നെ ബ്ലഡ് ഫ്രം ദ ബോഡി ത്രൂ ദ ഡയാലിസർ ആൻഡ് ബാക്ക് ഇൻ ടു ദ ബോഡി. വെളിയിലോട്ട് കൊണ്ടുവരിക മാത്രമല്ല, പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ തിരിച്ച് നമ്മൾ ബോഡിയിലോട്ട് കയറ്റി വിടുന്നതും ഇതേ വേയിലൂടെ തന്നെയാണ് അല്ലെ, ഇതേ വാസ്കുലർ ആക്സസ് സൈറ്റിലൂടെ തന്നെയാണ്. The different types of access for the hemodialysis are as follows. അപ്പൊ പ്രധാനമായിട്ടും 3 ടൈപ്പാണ് നമ്മുടെ വാസ്കുലർ ആക്സസ് സൈറ്റ് ഉള്ളത്. ഫസ്റ്റ് വൺ AV fistula, സെക്കൻഡ് വൺ AV graft, ആൻഡ് തേർഡ് വൺ വാസ്കുലർ ആക്സസ് catheter. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം ജസ്റ്റ് ഒന്ന് കേൾക്കാം, കേട്ടിട്ട് മനസ്സിലായതിനു ശേഷം മാത്രം നമുക്ക് ഇത് വായിക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ നോക്കുക കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കാം. AV ഫിസ്റ്റുലയാണ് കേട്ടോ, AV ഫിസ്റ്റുല. അതിലെ AV എന്ന് സൂചിപ്പിക്കുന്നത് ആർട്ടീരിയോ വീനസ് എന്നാണ് കേട്ടോ. ആർട്ടീരിയോ വീനസ്. ഫിസ്റ്റുല എന്നതാണ് അതിന്റെ പൂർണ്ണ രൂപം. അത് ആദ്യം പഠിച്ചു വെക്കാം. AV ഫിസ്റ്റുല എന്താണ് AV എന്ന് ഉദ്ദേശിക്കുന്നത്? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്നാണ് കേട്ടോ. ആർട്ടറി, ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടീരിയോ, ആർട്ടറി എന്ന് വെച്ചാൽ അങ്ങനെയാണ് അല്ലെ. ഓക്കെ, വെയിൻ, വീനസ് അല്ലെ, വീനസ് എന്ന് പറഞ്ഞാൽ വെയിൻ ആണ് അല്ലെ, സിരകളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആർട്ടീരിയോ വീനസ്. ഫിസ്റ്റുല എന്താണ്? ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു ഫിസ്റ്റുല ഉണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഫിസ്റ്റുല എന്ന് പറഞ്ഞാല് നമ്മൾ ഉള്ളു പൊള്ളയായിട്ടുള്ള 2 ട്യൂബുകളെ നമ്മളിങ്ങനെ പരസ്പരം കണക്ട് ചെയ്യാണ്. ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ പൊതുവെ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അതായത് ഉള്ളു പൊള്ളയായിട്ടുള്ളത്, ഉള്ളില് ഒന്നുമില്ലാത്ത ഉള്ളു പൊള്ളയായിട്ടുള്ള 2 ട്യൂബ്സുകളെ നമ്മൾ പരസ്പരം എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറേയും കൂടെ ഉൾവിസ്താരമുള്ള ഒറ്റ ട്യൂബായിട്ട് നമുക്ക് കിട്ടില്ലേ? ഓക്കെ, അതിനെയാണ് നമ്മൾ ഇവിടെ ഫിസ്റ്റുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ വെച്ചാൽ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറഞ്ഞാല് ആർട്ടറിയെയും വെയിനിനെയും നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സർജിക്കൽ കണക്ഷനിലൂടെ നമ്മൾ പരസ്പരം എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യാണ്. ആർട്ടറി എന്ന് പറയുന്നത് ഒരു ബ്ലഡ് വെസൽ ആണ്, അതിന്റെ ഉള്ളിൽ പൊള്ളയായിട്ടുള്ളതാണ്. വെയിൻ എന്ന് പറയുന്നതും എന്താണ്? ഒരു ബ്ലഡ് വെസൽ ആണ്, അതിന്റെ ഉള്ളിൽ പൊള്ളയാണ് അല്ലെ. ഈ ആർട്ടറിയും വെയിനെയും തമ്മിൽ നമ്മൾ പരസ്പരം സർജറിയിലൂടെ കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു വിസ്താരമുള്ള ഫിസ്റ്റുലയായിട്ട് നമുക്കത് ലഭിക്കും അല്ലെ. അതാണ്. അപ്പൊ ചിത്രം നോക്കിയ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ചിത്രം നോക്കിയ പെട്ടെന്ന് മനസ്സിലാവും. സാധാരണ നമ്മൾ എവിടെ ചെയ്യുന്ന പറഞ്ഞത്? കൈത്തണ്ടയിൽ ചെയ്യുന്ന ആൾക്കാർ. ചിത്രം നോക്കിയാൽ നിങ്ങൾ കണ്ടോ, ഇതാണ് ആർട്ടറി. കണ്ടോ, ആർട്ടറി വരുന്നുണ്ട് അല്ലെ. ഇവിടെ ഒരു ആർട്ടറി ഉണ്ട്, ഇവിടെ നിന്ന് വെയിനുണ്ട്. ഈ ആർട്ടറിയെയും വെയിനെയും നമ്മൾ എന്ത് ചെയ്യാണ്? പരസ്പരം ഒരു സർജിക്കൽ കണക്ഷനിലൂടെ നമ്മൾ ബന്ധിപ്പിക്കുകയാണ്. കണ്ടോ, ഒറ്റ ഇതായിട്ട് നമ്മൾ മാറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. ആർട്ടറിയെയും വെയിനിനെയും നമ്മൾ പരസ്പരം എന്താണ്? ഒരു സർജറിയിലൂടെ കണക്ട് ചെയ്യാണ്. ഒരു ഫിസ്റ്റുല നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. എന്തിനാ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഹൈ പ്രഷറിൽ ബ്ലഡ് ഫ്ലോ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മളൊരു AV ഫിസ്റ്റുല ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇതിനെ നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യും? നമ്മുടെ ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യും. ഡയാലിസിസ് മെഷീൻ കണക്ട് ചെയ്യുന്ന വെച്ചാൽ അവിടെ നിന്ന് കുറെ നീഡിലൊക്കെ ഉണ്ട്. ആ നീഡില് ഇങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടേക്ക് ആ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നതിലൂടെ ഈ ഫിസ്റ്റുലയെ നമ്മൾ ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ടാവും? ഹൈ പ്രഷറിൽ ഹൈ ഫ്ലോയില് വരുന്ന ബ്ലഡ്, ഈ ഫിസ്റ്റുലയിലോട്ട് എത്തുന്ന ബ്ലഡിനെ നമ്മൾ ഹൈ പ്രഷറിൽ തന്നെ ഇങ്ങോട്ടേക്ക് കടത്തിവിടാണ്, ഡയാലിസിസ് മെഷീനകത്തേക്ക് കടത്തിവിടാണ്. അങ്ങനെ അത് ഡയാലിസിസിലൂടെ പോകുന്നു, ബ്ലഡിന്റെ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. അങ്ങനെ പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ തിരിച്ച് ഇതേ ഫിസ്റ്റുലയിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ശരീരത്തിനകത്തോട്ട് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് എന്ത്? AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആർട്ടറിയെയും വെയിനെയും നമ്മളൊരു സർജറിയിലൂടെ പരസ്പരം കണക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്ത ഫിസ്റ്റുലയെ നമ്മൾ ഡയാലിസിസ് മെഷീനുമായിട്ട് അറ്റാച്ച് ചെയ്യാണ് അല്ലെ, കണക്ട് ചെയ്യാണ്. അങ്ങനെ ഹൈ പ്രഷറിൽ വരുന്ന ബ്ലഡ് ഈ പറയുന്ന മെഷീനിലൂടെ കടന്നു പോവുകയും അവിടെ നിന്ന് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ച് അതേ ഫിസ്റ്റുല വഴിയായിട്ട് ശരീരത്തിനകത്തേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇതിനെയാണ് നമ്മൾ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സംശയം വേണമെങ്കിൽ തോന്നാം, ഇതിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്, തിരിച്ച് ഇതിൽ കൂടെ ബ്ലഡ് പോകുന്നുണ്ട്. ഈ പറയുന്ന ബ്ലഡുകൾ അല്ലെ പരസ്പരം ഇങ്ങനെ അതായത് ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡും പ്യൂർ ആയിട്ടുള്ള ബ്ലഡും തമ്മിൽ ഇങ്ങനെ പരസ്പരം കൂടി കലരില്ലേ എന്നൊരു സംശയം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. അതിന് അവർ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ 2 നീഡിലുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിലേക്കൊന്നും ഡീപ്പായിട്ടൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. 2 നീഡിൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഡയാലിസിസ് മെഷീൻ 2 നീഡിൽ വരും. ഒരു നീഡിൽ വന്നിട്ട് പ്യൂർ ആയിട്ടുള്ള ഇംപ്യൂർ ബ്ലഡിനെ കടത്തിവിടാനും ഒരു നീഡിൽ വന്നിട്ട് പ്യൂർ ആയിട്ടുള്ള ബ്ലഡിനെ കടത്തിവിടാനും. അങ്ങനെ പരമാവധി മിക്സിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 നീഡിൽസ് അവർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ.
ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? AV ഫിസ്റ്റുല മനസ്സിലായോ നിങ്ങൾക്ക്? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് വായിക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. Arteriovenous fistula. An AV fistula is a surgical connection between an artery and a vein. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് AV ഫിസ്റ്റുല എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് വെയിൻ. അല്ലെ, ഒരു ആർട്ടറിക്കും വെയിനും ഇടയിലുള്ള ഒരു സർജിക്കൽ കണക്ഷൻ ആണ് ഇത് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതെന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്സസ് സൈറ്റ് ആണ്. അതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്സസ് സൈറ്റ് ആണ്. എന്തുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ആക്സസ് സൈറ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? കാര്യം നമ്മൾ പുറത്തുനിന്നും ഒന്നും അതിനകത്ത് നമ്മൾ ഘടിപ്പിക്കുന്നില്ല അല്ലെ. പുറത്തുനിന്നും ഒരു സബ്സ്റ്റൻസ്, ഒരു ഫോറിൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയലോ ഒരു സബ്സ്റ്റൻസോ നമ്മൾ അവിടെ കണക്ട് ചെയ്യില്ല. ശരിക്കും നമ്മൾ ആകെ ചെയ്യുന്നത് എന്ത് മാത്രമാണ്? ആർട്ടറിനെ വെയിനെ ജസ്റ്റ് പരസ്പരം എന്താണ് കണക്ട് ചെയ്യണം, അത്ര മാത്രമേ അവിടെ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് അതൊരു നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണെന്ന് പറയുന്നത്. നാച്ചുറൽ ആക്സസ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് കുറെ കൂടി സേഫ് ആയിട്ടുള്ള ഒരു ആക്സസ് സൈറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. മനസ്സിലായല്ലോ? പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന എന്തോ ഞാൻ പറയാൻ പോയി വാസ്കുലർ ആക്സസ് സൈറ്റിനെ പറ്റിയിട്ട്. ഓക്കെ, ഓർമ്മ വരുമ്പോ പറയാം കേട്ടോ. അപ്പൊ ഇത്രയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്സസ് സൈറ്റ് ആണ്, വളരെ സേഫ് ആയിട്ടുള്ള ഒരു ആക്സസ് സൈറ്റ് ആണ്. പറയാൻ വന്ന കാര്യം ഇതാണ്, നമ്മൾ ഈ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ, ഇതൊരു സർജറിയിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പൊ ഈ സർജറി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം AV ഫിസ്റ്റുലൊക്കെ ചെയ്ത് ഏകദേശം ഒരു മൂന്ന് മാസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് അതിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇതൊരു സർജറിയാണ്. ഈ സർജറിയിലൂടെ ഇത് മുറിവ് ഉണങ്ങണം, ഈ പറയുന്ന ഫിസ്റ്റുല നമ്മുടെ ശരീരമായിട്ട് പൊരുത്തപ്പെടണം അല്ലെ. അതായതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നമ്മുടെ ഡയാലിസിസ് നടത്താനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി വായിക്കാം. AV fistula is a surgical connection between an artery and a vein. Often, a fistula is created in the arm. Okay, if the arteries in the arm are not large or healthy enough, it can also be put in the leg. അതായത് നമ്മളിപ്പോ കൈത്തണ്ടയില് വെയിനുകൾ അത്ര ഹെൽത്തി അല്ലാന്ന് വിചാരിക്കും. നമുക്ക് അത്യാവശ്യം ഇത് ചെയ്യണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള വെയിനും ആർട്ടറിയും ഒക്കെ നമുക്ക് വേണം. അപ്പൊ ഈ പറയുന്ന വെയിനും ആർട്ടറിയും ഒക്കെ അത്ര ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് കാലിലും ഇത് ചെയ്യാവുന്നതാണ്. പക്ഷെ ചില പേഷ്യൻസിന്റെ കൈകളിൽ നോക്കുമ്പോൾ അത്ര ഹെൽത്തി ആയിട്ടുള്ള വെയിനൊന്നും ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് AV ഫിസ്റ്റുല അവരുടെ കയ്യിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇവിടെ ചെയ്യുന്നത് കാലുകളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഓടിപ്പോയി ചെയ്യല്ല, അത് കൃത്യമായിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ നടത്തി നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിനും ആർട്ടറിയും ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ ഒരു സർജറി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കുക. ഇറ്റ് ഈസ് ദ മോസ്റ്റ് നാച്ചുറൽ ആക്സസ് സൈറ്റ് അല്ലെ. നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. ആസ് ഇറ്റ്സ് ഫോർമഡ് ഫ്രം ദ ബ്ലഡ് വെസൽ. കാര്യം ഫോറിൻ ആയിട്ട് പുറത്തുനിന്ന് നമ്മൾ ഒരു സംഭവം അതിനകത്ത് ഘടിപ്പിക്കുന്നില്ല അല്ലെ. ഇതൊരു നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ് അല്ലെ. കാര്യം രണ്ട് ബ്ലഡ് വെസലുകൾ തമ്മിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൺലി കണക്ട് ചെയ്യുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ക്ലോട്ടിങ്ങിനുള്ള ചാൻസ് അവിടെ വളരെയധികം കുറവാണ്. മനസ്സിലായോ AV ഫിസ്റ്റുല എന്താണ്? അപ്പൊ AV ഫിസ്റ്റുല ഇസ് എ സർജിക്കൽ കണക്ഷൻ ആണ് ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് വെയിൻ. ഇറ്റ് ഈസ് എ നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ് അല്ലെ. ഇതൊരു നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. ഇറ്റ് ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ് അല്ലെ. ഇൻഫെക്ഷനും ക്ലോട്ടിങ്ങും വരാനുള്ള ചാൻസ് വളരെയധികം എന്താണ്? കുറവാണ്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? AV ഫിസ്റ്റുല. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാണ്. നേരത്തെ ക്ലാസ് കേൾക്കാൻ പറ്റാത്ത ആള് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഒന്നുകൂടെ പറയാൻ പറഞ്ഞില്ലേ, അപ്പൊ ആ ആളൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ഡയാലിസിസ് സർവീസ് ആണ്. അത് പഠിക്കാനുള്ള പോയിന്റ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എന്താണ് ഡയാലിസിസ് നിങ്ങൾക്ക് എന്താണ് ഡയാലിസിസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അതുപോലെ തന്നെ 1940 ആദ്യമായിട്ട് ഡയാലിസിസ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് 1940s കേട്ടോ. 1940 പിന്നീട് 1970 ആയി കഴിഞ്ഞപ്പോഴേക്കും വൃക്കരോഗികളുടെ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് എന്ത് മാറി? ഡയാലിസിസ് മാറി. ഓക്കെ, പിന്നെ ഏതൊക്കെ രണ്ട് സിറ്റുവേഷൻസിലാണ് നമ്മൾ ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നത്?
രണ്ട് സിറ്റുവേഷൻസ് ആണ് നമ്മളോട് പറഞ്ഞത്. ഒന്നാമത്തത് ARF ആണ് കേട്ടോ, അക്യൂട്ട് റീനൽ ഫെയിലിയർ. അത് തന്നെയാണ് എന്ത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പേഷ്യൻസ് ഹു ഹാവ് എന്താണ് റീസെന്റ് ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ, അതായത് ഈ അടുത്തിടെയായിട്ട് വൃക്ക തകരാറുകൾ സംഭവിക്കുന്ന രീതിയിലാണ്. അത്തരം സാഹചര്യത്തിനെയാണ് നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഏതാനും മണിക്കൂറുകൾ കൊണ്ടൊക്കെ പെട്ടെന്ന് വൃക്ക തകരാറിലാവാം. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷൻ അതിനെയാണ് നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രോഗികളെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കിഡ്നി ബെറ്റർ ആവുന്നത് വരെ നമുക്ക് ചിലപ്പോൾ ഡയാലിസിസ് അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് ARF അഥവാ AK എന്ന് പറയുന്നത്. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ക്രോണിക് ഓർ എന്താണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ദ പേഷ്യൻസ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ, അതായത് ശാശ്വതമായിട്ട് തന്നെ പൂർണ്ണമായിട്ട് തന്നെ കിഡ്നി തകരാറിലായിട്ടുള്ള അവസ്ഥ. അതിനെയാണ് നമ്മൾ ക്രോണിക് അഥവാ എന്താ പറയുക എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് എത്ര മാത്രം പ്രവർത്തനം കുറയുന്ന അവസ്ഥയാണത്, അതായത് നോർമൽ കിഡ്നിയുടെ പ്രവർത്തനം ഒരു 10 to 15% ചുരുങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ. അതിനെയാണ് നമ്മൾ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് അവിടെയും നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇന്ന് നമ്മൾ കിഡ്നിയുടെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് ഫംഗ്ഷൻസ്? നമ്മുടെ ബ്ലഡിനകത്തുള്ള അധിക ദ്രാവകങ്ങള് മാലിന്യങ്ങളൊക്കെ പുറത്തള്ളുകയും നമ്മുടെ ശരീരത്തിന്റെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുകയും നമ്മുടെ ശരീരത്തിലുള്ള കെമിക്കൽ ഇനൻസ്, ദാറ്റ് മീൻസ് സോഡിയം പൊട്ടാസ്യം പോലുള്ള ധാതു ലവണങ്ങളുടെയൊക്കെ ബാലൻസുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ആര് തന്നെയാണ്, കിഡ്നിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ട് 2 ടൈപ്പ് ഡയാലിസിസ് ഉണ്ട്. ഹീമോ ഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എന്താണ് ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ശരീരത്തിന് വെളിയിലോട്ട് ബ്ലഡിനെ കൊണ്ടുവരികയും അത് ഒരു ഡയലൈസറിലൂടെ, അതായത് നമ്മുടെ ഡയാലിസിസ് മെഷീനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിനെ നമ്മൾ ഡയലൈസർ എന്നാണ് പറയുക, ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നാണ് പറയുക. ആ ഡയലൈസറിലൂടെ കടത്തിവിടുകയും അങ്ങനെ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡിനെ തിരിച്ച് ഇതേ മെഷീന്റെ സഹായത്തോടെ ശരീരത്തിനകത്തേക്ക് കയറ്റിവിടുകയും ചെയ്ത ഒരു പ്രോസസ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. എന്ത് ഡയാലിസിസ്? ഹീമോ ഡയാലിസിസ്. ഈ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്കൊരു വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് വാസ്കുലർ ആക്സസ് സൈറ്റ്? ഇസ് ദ ഓപ്പണിംഗ് ഇൻ ദ വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ. അല്ലെ, നമ്മൾ ബ്ലഡ് വെസലിൽ ഉണ്ടാക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ആ വഴിയിലൂടെയാണ് നമ്മൾ ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതും തിരിച്ച് കയറ്റി വിടുന്നത്. അത് 3 രീതിയിലാണുള്ളത്. ഒന്ന് AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ ആക്സസ് കത്തീറ്റർ. ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചു AV ഫിസ്റ്റുല. എന്താണ് AV ഫിസ്റ്റുല? ഇറ്റ് സർജിക്കൽ കണക്ഷൻ ആണ് ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് വെയിൻ. അതായത് ആർട്ടറിയും വെയിനെയും നമ്മൾ സർജറിയിലൂടെ കണക്ട് ചെയ്യുന്നു. അതാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ആക്സസ് സൈറ്റ് കേട്ടോ. അതൊരു നാച്ചുറൽ ആക്സസ് സൈറ്റ് ആണ്. അല്ലെങ്കിൽ ഹാസ് ദ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ കേട്ടോ. ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ക്ലിയർ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾ ഇത്രയും എടുത്ത ഭാഗങ്ങൾ നല്ലപോലെ വായിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു.